അപ്പോൾ അവരെ വെച്ച് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 4 കോടിക്ക് തീർക്കാമെന്നുള്ള പടം 20 കോടി ആക്കിയവനെ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ ഒരു പയ്യനുണ്ടല്ലോ, ഇപ്പോൾ എന്താ അവൻ്റെ പേര് മറന്നു, ഒരുപാട് പടങ്ങൾ വലിയ പടങ്ങൾ ചെയ്യുന്ന അയാളിപ്പോൾ ചെയ്യുന്ന പുതിയ പടം ജഗമോഹൻ വെച്ച് ചെയ്യുന്ന പടം ഈ ഡയറക്ടറാണ് ചെയ്യുന്നത്. 4 കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 20 കോടി ആക്കിയ സംവിധാനം വെച്ച് വേറൊരു നിർമ്മാതാവ് ചെയ്യല്ലേ സാർ? അത് നിർമ്മാതാക്കളുടെ യൂണിയൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ലിസ്റ്റൽ സ്റ്റീഫൻ, അയാളെയൊക്കെ ആദ്യം മര്യാദ ഓടിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകണേ. അയാളെയും ഈ പറഞ്ഞ 4 കോടിക്ക് എടുത്ത് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് 20 കോടി ആയെങ്കിൽ ആ സംവിധാനം പിന്നെ വയ്ക്കരുത്. അപ്പോൾ സംഘടനയ്ക്കകത്ത് പോലും ഒരു യൂണിറ്റി ഇല്ല. അതല്ലേ ഞാനെങ്ങനെ പറയൂ? നിങ്ങൾ 4 കോടിക്ക് ചിലവാക്കി തീർത്ത് തരാമെന്ന് പറഞ്ഞ സംവിധായകന് 20 കോടി ആക്കിയെങ്കിൽ അവനെ 10 വർഷം ബാൻ ചെയ്യണമെന്ന്. ഇവൻ 10 വർഷം മലയാള സിനിമ ചെയ്യേണ്ടതെന്ന് വയ്ക്കും. അതിന് വരാൻ അതിൻ്റെ സംഘടനാ നേതാവ് തന്നെ അവനെ വെച്ച് അടുത്ത പടം ചെയ്യാം. പിന്നെ അവരാരെ വരട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞു കേട്ടു, സുരേഷ് കുമാർ